നമസ്കാരം. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ മതനിരപേക്ഷമായി നിലനിർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ചരിത്രപരമാണ്. സാമ്രാജ്യത്വ വിരുദ്ധവും സാമൂഹിക നീതിയിലധിഷ്ഠിതവുമായ മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ച് CPM വഹിച്ച പങ്ക് നിസ്തർക്കമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ വിദ്വേഷാഗ്നി വളർത്താൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം ജീവൻ ബലികൊടുത്തും അതിനെ പ്രതിരോധിച്ച പാരമ്പര്യമുണ്ട് ഒരു കാലത്ത് CPM-ന്. എന്നാൽ ആ ഉജ്ജ്വല ചരിത്രത്തെ റദ്ദു ചെയ്യുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ സമീപകാലത്തായി നിരന്തരം സംഭവിക്കുന്നത് ഉത്കണ്ഠയോടെയേ നോക്കിക്കാണാൻ കഴിയൂ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ CPM കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിലൂടെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും മറ്റും വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഏകീകരിക്കാനും അതിലൂടെ അധികാര തുടർച്ചയും അവർ സ്വപ്നം കാണുന്നു. വോട്ട് സമാഹരണത്തിന് വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ അടവു നയങ്ങളിൽ ഇസ്ലാമോഫോബിയയുടെ അടയാളങ്ങൾ പതിഞ്ഞുകിടക്കുന്നത് തെളിഞ്ഞു കാണാം. UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് AK ബാലന്റെ പ്രസ്താവന സംഘപരിവാർ നേതാക്കളെ പോലും നാണിപ്പിക്കുന്നതാണ്. ഇത് ആകസ്മികമായി സംഭവിക്കുന്ന നാക്കുപിഴയല്ല. 2019 തൊട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ സൈബർ ചാവേറുകൾ വരെ വിവിധ മുസ്ലിം സംഘടനകളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ വിദ്വേഷ പ്രചാരണത്തിന്റെ തുടർച്ചയാണ്. തിരുത്തേണ്ട മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വർഗീയ പരാമർശങ്ങൾക്ക് ന്യായീകരണങ്ങൾ ചമക്കുന്നു. മുസ്ലിം വിരുദ്ധത നിർലോഭം ഛർദ്ദിക്കാൻ ഇടതു സർക്കാരിന്റെ നവോത്ഥാന നായകൻ വെള്ളാപ്പള്ളി നടേശന് കരുത്താകുന്നതും പിണറായി വിജയന്റെ ആശീർവാദമാണ്. ഇത്തരം രാഷ്ട്രീയ വ്യതിചലനങ്ങളുടെ പ്രത്യാഘാതമാണ് അടവു നയമായി തുടങ്ങിയ മുസ്ലിം അപരവൽക്കരണം അപകടകരമായ രീതിയിൽ CPM-ൽ ആന്തരികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞത്. CPM-ന്റെ മാധ്യമ വക്താവായി ആഘോഷിക്കപ്പെട്ടയാൾ പഴയ ദ്രവിച്ച ആശയങ്ങൾ ഉപേക്ഷിച്ച് BJP രാഷ്ട്രീയത്തിനു വേണ്ടി പടക്കളത്തിലിറങ്ങാൻ തീരുമാനിച്ചത് ഇതിന്റെ തെളിവാണ്. RSS ഉയർത്തുന്ന അതേ വാദങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നാവിൽ നിന്ന് വരുമ്പോൾ അത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികവൽക്കരണത്തിനാണ് കളമൊരുക്കുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തെ ആശയപരമായി നേരിടേണ്ട പാർട്ടി അവർ ഒരുക്കിവെച്ച വിദ്വേഷത്തിന്റെ കളിക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഒടുവിൽ പ്രസ്ഥാനത്തിന്റെ തന്നെ അന്ത്യത്തിനായിരിക്കും വഴിതെളിക്കുക. RSSന്റെ രാഷ്ട്രീയം മൃദുഭാഷയിൽ ഏറ്റെടുത്താൽ കേരളത്തിന്റെ ഭൂരിപക്ഷ മതസമൂഹങ്ങളുടെ പിന്തുണയാർജിക്കാമെന്ന വിചാരം മഹാവിഡ്ഢിത്തമാണ്. പരവിദ്വേഷത്തിന്റെ കോട്ടകൾക്കകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല ഭൂരിഭാഗം മലയാളികളും. സൈബർ രംഗങ്ങളിലെ വെറുപ്പിന്റെ കോമരങ്ങളെ തിരിച്ചറിയാനും അവരോട് അകലം പാലിക്കാനുമുള്ള സാമൂഹികാരോഗ്യം കേരളത്തിനുണ്ട്. പരസ്പരം അറിഞ്ഞും അനുഭവിച്ചും ഒന്നുചേർന്ന് നെയ്തുയർത്തിയ സ്നേഹാദരവുകളുടെ മഹാപൈതൃകത്തിന്റെ മാധുര്യം പരസ്പരം പകർന്നാനന്ദിക്കുന്നവരാണവർ. കഴിഞ്ഞ ലോക്സഭയിലും പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി CPM വിളമ്പിയ മുസ്ലിം അപരത്വത്തിന്റെ വിഷസദ്യ നിഷ്കരണം ഓടയിലൊടുക്കാൻ കേരളത്തിനായത് ഈ അനുഭവ സമ്പത്തിന്റെ കൈമുതൽ കൊണ്ടാണ്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പരീക്ഷിച്ച് പരാജയപ്പെട്ട അതേ വഴികളിലൂടെ CPM-ഉം സഞ്ചരിക്കുമ്പോൾ മലിനീകരിക്കപ്പെടുന്നത് സഹസ്രാബ്ദങ്ങളിലൂടെ നാം ആർജിച്ച സഹവർത്തിത്വത്തിന്റെ തെളിനീരാണെന്ന് CPM ഓർക്കുന്നത് നന്ന്. ഇത്തരം പ്രസ്താവനകളും പ്രവൃത്തികളും യഥാർത്ഥത്തിൽ വളമാകുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിനാണെന്ന് ദിമിത്രോവിന്റെയും ഗ്രാംഷിയുടെയും ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ അരച്ചുകുടിച്ചവർക്ക് കഴിയുന്നില്ലെങ്കിൽ കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. പാർട്ടിയുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ മതേതര വിശ്വാസികളായ അണികൾക്കിടയിൽ വലിയ അതൃപ്തി പുകയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അവസാനത്തെ അടിവേരെങ്കിലും ദ്രവിച്ചു പോകാതെ സൂക്ഷിക്കാം. CPM-ന്റെ ചരിത്രം ആത്മപരിശോധനകളുടെയും തിരുത്തലുകളുടെയുമാണ്. അധികാരത്തിന്റെ താൽക്കാലിക ലാഭത്തെക്കാൾ പ്രധാനം നാടിന്റെ ഐക്യമാണെന്ന് തിരിച്ചറിയാൻ നേതൃത്വം തയ്യാറാവണം. രാഷ്ട്രീയ അടവുകൾക്കായി ഇസ്ലാമോഫോബിയ പടർത്തുന്നതും സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം നടത്തുന്നതും കേരളത്തിന്റെ ഭാവിക്ക് കനത്ത ആഘാതമായിരിക്കും. അടിസ്ഥാന ജനങ്ങളുടെ അവകാശങ്ങൾക്കായി എഴുന്നേറ്റ് നിൽക്കുന്ന സാമൂഹ്യ സൗഹൃദത്തിന്റെ ഇഴയെടുപ്പത്തിന് ഊർജം പകരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പാകതയിലേക്ക് മടങ്ങുകയും വിദ്വേഷ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് ജനാധിപത്യ കേരളം CPM-ൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.